ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞ് തൊണ്ടയൊക്കെ വേദനിച്ച് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ ആർക്കെങ്കിലും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പനിയില്ലാത്തവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടും ഒന്ന് അടിച്ച് വാരി എല്ലാം തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടു രാവിലെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വേറെ നമ്മൾ താമസിക്കുന്ന 3ാമത്തെ നിലയിലാണ് കേട്ടോ. നമ്മൾ താഴെ വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ സ്റ്റെപ്പ് കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ബെഡ്റൂമിൽ കബോർഡിനകത്ത് കുറേ ക്രീം വെക്കുന്ന ബോട്ടിലും കാര്യങ്ങളും എല്ലാം അലങ്കോലമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പറക്കി അടുക്കിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് ഇപ്പോൾ രാവിലെ നമ്മൾ പോയി മെനും ചെയ്യുമ്പോൾ എല്ലാം ഇടുക്കിയൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും അവിടെ അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കൂടെ വൃത്തിയാക്കിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി അധികം കഴുകാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനകത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അവിടെയാണ് ഇരിക്കുന്നത്. ബാത്റൂമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് തുണിയെല്ലാം കുടഞ്ഞ് അതിനകത്തോട്ടിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് സോപ്പ് പൊടിയും നമ്മുടെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഇപ്പം വാഷിംഗ് മെഷീനൊക്കെ ഓണും ആക്കി എല്ലാം സെറ്റാക്കിയിട്ട് കഴുകാനായിട്ട് റെഡിയാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പോകുന്നത് നമ്മൾ വിളക്ക് എത്തിക്കുന്നത് ഒരു കുഞ്ഞ് സ്പേസിലാണ് കേട്ടോ. അപ്പം അവിടെ വന്ന് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് വെള്ളം തൊട്ട് തുടച്ച് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്ത് ഞാൻ തേച്ച് കൊണ്ടുവയ്ക്കും. ഞാൻ എന്നും രാവിലെ തന്നെ വിളക്ക് തേച്ച് കൊണ്ടുവയ്ക്കും കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഡെയിലി വിളക്ക് തേക്കും. അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിളപ്പിക്കാൻ ഞാൻ ജീരകവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം കെറ്റിലിനകത്ത് ഇങ്ങനെ തിളപ്പിച്ച് അത് ആറി കഴിയുമ്പോൾ ഞാൻ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും അത് തീരുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ തിളപ്പിച്ച് വെക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം TV ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശിവക്കുട്ടിൻ്റെ ബസ് വരാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ശിവക്കുട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുകയാണ്. മേളിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂമെന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. പൊരിഞ്ഞ നല്ല വെയിലാണ്. അപ്പോഴത്തേക്ക് ശിവക്കുട്ടിൻ്റെ ബസ് വന്ന് ശിവക്കുട്ടി ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നല്ല ചിരിച്ച് സന്തോഷത്തോടെയൊക്കെയാണ് ആളിന്ന് ഇറങ്ങി വന്നേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്നും വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ വന്നിട്ട് സ്കൂളിൽ നിന്ന് ഒരു ഡാൻസിൻ്റെ കോസ്റ്റ്യൂം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, നാളെ വരാം.